ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളായിട്ട് വീട്ടുകാരായിട്ട് കറങ്ങാൻ പോയിട്ടില്ല. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞൊരു 2 days സൺഡേ ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങുകയാണ്. വഴിയെ പറഞ്ഞുതരാം സ്ഥലങ്ങളൊക്കെ. അപ്പോൾ വാപ്പിച്ചാണ് ഇന്ന് കാർ ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ പിന്നാലെ എൻ്റെ മൂത്തുമ്മയും കസിൻസും ഉണ്ട്. കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ഇവൻ കുറച്ച് നേരം എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് 4 മണിക്കാരെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണെങ്കിൽ കുറേ കയാക്കിങ്ങും ബോട്ടിങ്ങും പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്യലാണ് ഇന്നത്തെ മെയിൻ അജണ്ട. അപ്പോൾ ഇവിടെ ഊഞ്ഞാലുണ്ടപ്പോൾ പാത്തൂനും ഉമ്മച്ചിക്കും കൂടി ഇപ്പോൾ അതിൽ കയറണം. അങ്ങനെ ഫസ്റ്റ് തന്നെ കയറിയത് എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ ആട്ടി കൊടുക്കാൻ വാപ്പിച്ചാണ് ഉണ്ടായിരുന്നത്. വാപ്പിച്ചാണെങ്കിൽ ഇപ്പോൾ അതിനെ ആട്ടി കായലിലേക്ക് ഇട്ടാനെ. അതിനുശേഷം നമുക്ക് പാത്തു വരുന്ന വന്നത്. പാത്തു ഫസ്റ്റ് ഒന്ന് പകച്ചെങ്കിലും പിന്നെ ഇങ്ങോട്ട് ഉഷാറായി. പാത്തു നേരെ എയറിലോട്ട്. ഇതിപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ നേരെ പോകുന്നു മുകളിലോട്ട്. ഞങ്ങളുടെ പ്ലാൻ ആയിട്ടുള്ള കയാക്കിങ് നടന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പെഡൽ ബോട്ടുള്ള ഭാഗത്തോട്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ 4 പേര് നേരത്തെ ഒരു പെഡൽ ബോട്ടിൽ തന്നെ കയറി ഇരിപ്പായി. അവരാണെങ്കിൽ പോക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ 2 പേരും വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബോട്ടിൽ കയറി വരണം. അങ്ങനെ ഞങ്ങൾക്കും ബോട്ട് കിട്ടി. അവസാനം ഈ പെഡൽ ബോട്ടാണെങ്കിൽ ചവിട്ടിയിട്ട് നീങ്ങണമില്ല. അങ്ങനെ അവരെ ഇടിച്ചു തെറിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒരു വള്ളി പിടിച്ചില്ലെങ്കിൽ അതിലൊരു വൈബില്ലല്ലോ. അപ്പോൾ ഇവനൊരു പടക്കം വാങ്ങി. അതാണെങ്കിൽ വെള്ളത്തിലിട്ടാൽ പൊട്ടുകയും ചെയ്യും. അങ്ങനെ അതും പൊട്ടിച്ച് അങ്ങനെ അവിടുത്തെ നാട്ടുകാരും പേടിപ്പിച്ച് അടുത്ത പരിപാടിക്ക് പോയി. ബാക്കില് നമ്മൾ ഇടിക്കാൻ വേണ്ടി പിള്ളേരായിരുന്നു. അങ്ങനെ ഒരു ടോക്ക് ഒരു പടക്കിട്ടാറ്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ പെഡൽ ബോട്ട് ഞങ്ങൾ കരയിൽ എത്തിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് ഐസ്ക്രീം വിഴുങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പിള്ളേർ കുടുക്കിട്ട് ഞണ്ടീനും പിടിച്ച് നിൽക്കണം. അപ്പോൾ അതും കണ്ടു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 3 പിള്ളേർ ഇവിടെ ഊഞ്ഞാലാടണം. അപ്പോൾ ഇവർ മാത്രമാണോ എന്ന് കരുതിയപ്പോൾ അതല്ല. അപ്പോൾ എൻ്റെ വാപ്പച്ചി ദേ ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ കറങ്ങി കിളി പോയെന്നാണ് തോന്നുന്നത്. എൻ്റെ അനിയനാണെങ്കിൽ നല്ല രീതിക്ക് അങ്ങോട്ട് കറക്കി കൊടുത്തു. ആൾക്കിപ്പോൾ തല ചുറ്റണമെന്നൊക്കെ പറയണ കേട്ട്. അങ്ങനെ ഇപ്പോൾ ഞാനും ചെയ്തില്ല എന്നുള്ളൊരു കുറവ് വേണ്ട. അങ്ങനെ ഞാനും ഊഞ്ഞാലാടി. അപ്പോൾ ഇവനാണെങ്കിൽ ഫുള്ള് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ചിരി കണ്ടില്ലേ. അങ്ങനെ ഇവിടുത്തെ വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങലായി. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവൻ ഉപ്പിലിട്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നത്. ഈ സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടലും കണ്ടെത്തി. അവിടെ കയറി ഞങ്ങളുടെ നല്ല അൽഫാം ഫുൾ അങ്ങോട്ട് ഓർഡർ ചെയ്തു. നല്ല ചൂട് അൽഫാമും പിന്നെ നമ്മുടെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിഷന്നിട്ടാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു പെപ്സി ഒതുക്കി ഫുഡ് അടി അങ്ങോട്ട് തീർന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ നിർത്തുകയാണ്. കാരണം ചാർജ് ഇല്ല, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ 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 കൊടുത്തേ. ടാറ്റാ ടാറ്റാ. അപ്പോൾ ശരി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.